ഹലോ, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ കണ്ടാലോ? ഹെയർ കെയറും ആണ്, പിന്നെ നമ്മുടെ തലയിൽ താരനും കാര്യങ്ങളൊക്കെ പോട്ടാ. ഇതെന്താ വെച്ചാൽ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവയും പിന്നെ കടുകും കൂടി വെള്ളത്തിലിട്ട് കേട്ടാ. നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ എന്നാലാണ് പിറ്റേ ദിവസം നമുക്ക് അരച്ച് സ്മൂത്തി ആയിട്ട് കിട്ടുള്ളൂ, നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോഴാണ് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് നല്ലോണം വാഷ് ചെയ്യുമ്പോൾ പോവുള്ളൂ, അല്ലെങ്കിൽ പോവില്ല തലേന്ന്. ഇതിൽ ഉലുവ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അത് കടുകും കൂടി ചേർത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. താരൻ പോകാൻ നല്ലോണം സഹായിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ താരൻ നല്ല രീതിക്ക് തന്നെ പോവും കേട്ടോ നമ്മുടെ തലേന്ന്. അപ്പോൾ പിന്നെ നല്ല രീതിക്ക് പോകും. പിന്നെ ഇത് ഇട്ടിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. താളി യൂസ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ തല വാഷ് ചെയ്യുക, അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാലാണ് അത് കാര്യമുള്ളൂ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ലോണം ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തലയിൽ. ആദ്യം അപ്ലൈ ചെയ്തിട്ടുണ്ടായി നല്ലോണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഇടുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോട്ടാ പിന്നെ കുളി കഴിയുമ്പോൾ. അപ്പോൾ മുടി ഡാമേജ് ആവാൻ കാരണമാവും കേട്ടോ. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ഓയിൽ ചെയ്ത് കൊടുത്ത് പിന്നെ ഇതിട്ട് നല്ലോണം സ്ക്രബ് ചെയ്യണം കേട്ടോ തലയിൽ. നല്ലോണം നമ്മുടെ കൈ വെച്ചിട്ട് സ്ക്രബ് ചെയ്താൽ മതി. അപ്പോൾ നല്ലോണം സ്ക്രബ് ചെയ്യുമ്പോൾ താരനൊക്കെ നല്ലോണം ഇളകി പിടിച്ചിങ്ങോട്ട് പോകുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ മുടിയുടെ തുമ്പത്തേക്ക് ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അങ്ങനെ തലയോട്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് നേരം ഇട്ട് നിന്ന് ജലദോഷം പിടിക്കുന്ന ആൾക്കാരും ഒരുപാട് നേരം നിൽക്കണം കേട്ടോ. നല്ല തണവായിരിക്കും തലയിലേക്ക് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഗ്രോത്ത്, അതായത് മുടി പൊട്ടണതിനൊക്കെ ഒരു പരിഹാരമായിട്ടത്. കാരണം നമ്മുടെ മുടിക്കൊഴിച്ചിലൊക്കെ നിൽക്കും. അങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവില്ല. നമ്മൾ നല്ല ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യണം, എന്നാലാണ് മുടിക്കൊഴിച്ചിൽ നിൽക്കുള്ളൂ. പിന്നെ താളി യൂസ് ചെയ്തിട്ടാണ് തല കഴുകിയത്. നമ്മുടെ ചെമ്പരത്തിയിട്ട് താളി യൂസ് ചെയ്തിട്ട് തല കഴുകിയത്. അങ്ങനെ തലയൊക്കെ വാഷ് ചെയ്ത് വന്ന് പിന്നെ മുടി ഉണക്കാനുള്ള നേരം കിട്ടിയില്ല. അപ്പോഴത്തേനും ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. മുടി ഉണങ്ങിയിട്ടില്ല ശരിക്കും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ താരം തന്നെ പോയിട്ടുണ്ട് നമ്മുടെ തലയിൽ നിന്ന്. നല്ല തണവായിരിക്കും കേട്ടോ ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല തണവെന്ന് വെച്ചാൽ നല്ല തണവായിരിക്കും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇത് നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ ഉലുവ ഇടാം നമുക്ക്. ആഴ്ചയിൽ 3 ദിവസം ഉലുവ ഇട്ട് കൊടുക്കാം. ഈ കടുകും കൂടിയും ചേർത്താണ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ആഴ്ചയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിയുടെ താരൻ തന്നെ കംപ്ലീറ്റ് ഇല്ലാതാവും. കാരണം ഇത് ഇച്ചിരി എഫക്റ്റീവ് ആണല്ലോ, പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. പിന്നെ 2 ആഴ്ചയ്ക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും